എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ചികിത്സാ പദ്ധതി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും പല ആളുകളും അതിൽ ഉൾപ്പെടാത്ത ആളുകളാണ്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഇത് പ്രകാരം നടപ്പിലാക്കുന്ന കാരുണ്യ സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇതിനെല്ലാം 5 ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്നതാണ്. എന്നാൽ അത് എല്ലാവർക്കും ലഭിക്കുന്നില്ല. മുമ്പ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഇപ്പോഴും വരുന്ന ഒരു സംശയം എൻക്വയറിയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ വല്ല വഴിയും ഉണ്ടോ എന്നുള്ളത്. സർക്കാരിൽ നിന്നും ചികിത്സയ്ക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുമോ എന്നുള്ളത്. എന്നാൽ ഇതിലൊന്നും ഉൾപ്പെടാതെ തന്നെ സഹായം ലഭിക്കും എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. കാരുണ്യ പദ്ധതി പ്രകാരം തന്നെയാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും സർക്കാരിന്റെ ഒരു പദ്ധതിയിലും ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കും ഈ ഒരു സഹായം ലഭിക്കും. അതിന് റേഷൻ കാർഡിന്റെ നിറവ്യത്യാസമില്ല. മഞ്ഞ, പിങ്ക്, നീല, വെള്ള ഏത് റേഷൻ കാർഡ് ആയാലും വരുമാന പരിധി 3 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എങ്കിൽ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ ലോട്ടറി മുഖാന്തരം ലഭിക്കുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് വരുമാനത്തിലൂടെയാണ് ഈ ഒരു സഹായ വിതരണം നടത്തുന്നത്. ഒരു കുടുംബത്തിന് പരമാവധി 2 ലക്ഷം രൂപയുടെ സഹായമാണ് ലഭിക്കുക. വൃക്കരോഗികളാണ് എങ്കിൽ 3 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രധാന ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് മാരകമായിട്ടുള്ള രോഗം പിടിപെടുമ്പോൾ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി സഹായമാകുന്നത്. നിലവിൽ ഈ പദ്ധതിയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പുമായി സംയോജിപ്പിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, മസ്തിഷ്ക ശസ്ത്രക്രിയകൾ, തളർവാദം, കരൾ മാറ്റിവെക്കൽ പോലുള്ള ശസ്ത്രക്രിയകൾ, അപകടങ്ങളിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ശസ്ത്രക്രിയകൾ ഇവക്കാണ് പ്രധാനമായും ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഡയാലിസിസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു സഹായം ലഭിക്കുന്നതാണ്. ഒരു കുടുംബത്തിന് പരമാവധി 2 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത്. വൃക്ക മാറ്റിവെക്കൽ പോലുള്ള പ്രധാന സാഹചര്യങ്ങളിൽ മാത്രം ഇതിന് 3 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 3 ലക്ഷം രൂപക്ക് താഴെ വരുമാനമായിരിക്കണം എന്നുള്ളതാണ്. മറ്റ് പദ്ധതികളിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവരായത് അതായത് അപേക്ഷകർക്ക് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളായിട്ടുള്ള കാസ്പ്, PMJAY പദ്ധതികളിൽ അംഗമാവാൻ പാടില്ല. റേഷൻ കാർഡ്, APLO, BPLO എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ നൽകേണ്ടത് എങ്ങനെയെന്നാണ് ഇനി പറയുന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷ നൽകാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനമാണ് നിലവിലുള്ളത്. സർക്കാർ ആശുപത്രികളിലോ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ലിസ്റ്റിൽപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലോ ഉള്ള കാരുണ്യ ഡെസ്കുകൾ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത്. ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ്. റേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡ്, വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. റേഷൻ കാർഡ് BPL ആണ് എങ്കിൽ പലപ്പോഴും ഇതിന്റെ ആവശ്യമില്ല. ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സ ചെലവ് കണക്കാക്കിയിട്ടുള്ള റിപ്പോർട്ട് അതായത് മെഡിക്കൽ എസ്റ്റിമേറ്റ് ഇവയാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ട രേഖകൾ. ഈ തുക നേരിട്ട് രോഗിക്ക് പണമായി നൽകുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾ ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിന്നും മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഈ സേവനം സൗജന്യമായി ലഭിക്കും. സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതി എംപാനൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി പരിശോധിക്കേണ്ടതാണ്. അവിടെ നിന്ന് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സ്വകാര്യ ആശുപത്രികളിൽ ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തത് മാറിക്കൊണ്ടിരിക്കും. അതായത് മുമ്പ് ലഭിച്ചിരുന്ന ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ലഭിച്ചോണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള sha.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന ലിങ്ക് പരിശോധിച്ചാൽ ഓരോ ജില്ലകളിലും ഈ സേവനം ലഭിക്കുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ പേര് ലഭിക്കുന്നതാണ്. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും അന്വേഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1056 എന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം. അല്ലെങ്കിൽ 1800-203-1056 എന്ന ടോൾ ഫ്രീ നമ്പറിലും വിളിക്കാവുന്നതാണ്. എംപാനൽ ചെയ്തിട്ടുള്ള മിക്കവാറും ആശുപത്രികളിലെല്ലാം കാസ്പ് കൗണ്ടറുകൾ ഉണ്ടാകും. നിങ്ങൾ ചികിത്സ തേടാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രികളുടെ കാസ്പ് കാരുണ്യ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടോ എന്ന് നേരിട്ട് പോയി അന്വേഷിക്കുക. അവിടെ നിന്നും എളുപ്പത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.